അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇതാ നന്നായിട്ട് പൊടിയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ചിക്കൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ, അപ്പോൾ എത്ര സമയം വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുന്നാണല്ലോ പറയാം. അപ്പോൾ നമുക്കിതിന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് ജീരകം പൊടിച്ചതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ അരിപ്പൊടി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അരിപ്പൊടി ആവശ്യത്തിലുള്ള അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ അരമണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. എത്ര സമയം വേണമെങ്കിലും വെക്കാം. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അധികം എണ്ണയിൽ കുളിപ്പിച്ചെടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് ഇതാ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചിക്കൻ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അരിപ്പൊടിയിലാണ് ഞാനിത് ചെയ്തെടുത്തത്. നല്ല ചൂടുണ്ട്. പണ്ട് പൊരിച്ച കോഴിയുടെ മണം അടിക്കുമ്പോൾ തന്നെ വീട്ടിൽ അടിയായിരിക്കും. ഇപ്പോൾ അങ്ങനെ ചിക്കനിലോട് അത്ര വലിയ കൊതിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അരമണിക്കൂറോളം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വെരി ടേസ്റ്റിയാണ്. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബൈ.